അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ ചാനലായ VK Bro CKD എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 5:50 എണീറ്റു, നിസ്കരിച്ചു. ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയാണ് നോക്കുകയാണ് റോഡ് കൂടെയൊക്കെ. ഒരു ചെറിയൊരു മഞ്ഞ് അങ്ങനെ കഴിഞ്ഞതാ ടർഫിലേക്ക് നടക്കാൻ വരികയാണ്. ടർഫിലേക്ക് എത്താറ് ഇതാണ് നമ്മളെ ചൂരക്കൂടുള്ള സ്റ്റാഡിയോ സൻസിറോ പറഞ്ഞ ടർഫ്. വലിയ ടർഫാണ്, പട്ടാമ്പി അടുത്ത് വല്ലപ്പുഴ. രാവിലെ നീച്ചു ഇതാ നാല് പുറം നോക്കുകയാണല്ലോ, നായ്ക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുകയാണ്. നായ്ക്കളൊക്കെ കൂടുതലുള്ള ഏരിയ തന്നെയാണ്. നാല് പുറമൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഗേറ്റ് തുറക്കുന്നത്. ഗേറ്റൊക്കെ തുറന്ന് നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ, നല്ല പ്രകൃതിയൊക്കെ അടിപൊളിയാണ്. പിന്നെ രാവിലത്തെ ക്ലൈമറ്റും ഉഷാറാണ്. അപ്പം നമ്മൾ എന്നത്തെ മാതിരി ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. രാവിലെ നീക്കുക, നിസ്കരിക്കുക, കാലിച്ചായ കുടിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മണിക്കൂറാണ് നടക്കുക. ഒരു ദിവസം രാവിലെ എണീറ്റ് നമ്മളൊരു മണിക്കൂറൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ എനർജിയാണ്, ഫുൾ ആക്റ്റീവായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. ദിവസം നമ്മൾ ഉറക്കത്തിൽ വിട്ടു കുറച്ച് കഴിഞ്ഞ് നീച്ചാൽ അന്നത്തെ ദിവസം പറ്റതാണ്. അതുകൊണ്ട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നീച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈമുള്ള മാതിരി തോന്നും. ഒരുപാട് ടൈമുള്ള മാതിരി നമുക്ക് തോന്നും. നല്ല ആംബിയൻസോട് കൂടി നടത്തമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏക കാര്യം ഇപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മണിക്കൂർ നടത്താണ്. വേറെയുള്ള ഓട്ടമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുന്നത് അല്ലേ. നമ്മൾ ഈ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി നടത്താൻ കഴിഞ്ഞ് പിന്നെ ഓടണമൊക്കെ വേറെ ആവശ്യങ്ങൾക്ക്, വേറെ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ്. നമ്മളോടൊരു കടമ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെങ്കിൽ ഇതന്നെ ഉള്ളു നമുക്ക് ചെയ്യാനുള്ളത്, വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ നമ്മൾ ജീവിതത്തിൽ പിന്നെ ഒന്നിങ്ങനെ ആലോചിക്കുക, ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏതാണ് ശരി, അത് ചെയ്താലാണ് ശരിയാവുക എന്നൊക്കെ നമുക്ക് വേണ്ടി മാത്രം ഒന്നിങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. അല്ലാതെ വേറെ കുറേ ഓടിപ്പാഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് ചിന്തിച്ച് നോക്കുക, ഇന്ന് എന്താണ് നല്ലത്, ഇന്ന് എന്താ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാറ്റഗറിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് കാറ്റഗറി തിരഞ്ഞെടുത്താലേ നമുക്ക് ലൈഫ് സെറ്റിലാവുള്ളൂ. വെറുതെ അതും പോയി വെറുതെ അനാവശ്യമായിട്ടൊന്നിനും പോയി ചാടാതെ ചിന്തിച്ച് ചെയ്യേണ്ട കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അങ്ങനെ, വേറെയുള്ള പ്രതിസന്ധി അങ്ങനെ, ജീവിതം ഇനി അങ്ങോട്ട് ഭയങ്കര കഷ്ടപ്പാടിലേക്കാണ് പോകുന്നത്. ബിസിനസ്സൊക്കെ പറ്റ ഡൗണാണ്. അപ്പം നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് ബിസിനസ് ചെയ്യണം എന്നുള്ളത് നല്ലോണം ചിന്തിച്ചാലോചിക്കണം. ടൈമാണെങ്കിൽ തീരല്ല. നമ്മളിപ്പോൾ ഇന്നലെ എന്ത് ചെയ്തതാണ് ശരിയായത്, എന്ത് ചെയ്യണം, എന്താണ് നമുക്ക് ഇനി അവിടുന്ന് അങ്ങോട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്തും തിരഞ്ഞെടുക്കുക. എന്തെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് പിന്നെയൊക്കെ പഠിച്ചവർക്ക് വിട്ടെടുത്ത് അവക്കൽത്തു അലല്ലാന്ന് പറയാം. അല്ല 100% ഒന്നും നമ്മൾ സക്സസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എല്ലാ മേഖലയിലും നമ്മൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളതിന് പരിഹാരം കണ്ടെത്തുക. അതായത് ഒരു ഇടപാട് ചെയ്താൽ എന്ത് ബിസിനസ്സാണ് ചെയ്താൽ, എന്ത് ത്യാഗം ചെയ്താലും നമ്മളതിന് കരകയറ്റാൻ നോക്കണം. അപ്പോൾ അങ്ങനെ
അപ്പോൾ നമ്മളെ ചാനൽ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മളെ ചാനൽ VK Bro CKD സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. എല്ലാവരും ഇരുന്ന് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്നാൽ ഓക്കെ, ശരി, ഇൻഷാ അല്ലാഹ്. ഓക്കെ, നാളെ വരാം.